ഇന്ത്യയിൽ അതിവേഗം വളർന്നൊരു ട്രസ്റ്റായിരുന്നു പതഞ്ജലി. പതഞ്ജലിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ കേരളത്തിലെയും ഇന്ത്യയിലെയും പലരും ശ്രമിച്ചെങ്കിലും അവസാന ഘട്ടത്തിൽ ബാബ രാംദേവിനും പതഞ്ജലിക്കും സുപ്രീം കോടതിയിൽ നിന്നും അദ്ദേഹത്തിന് അനുകൂലമായ ഒരു വിധി ഉണ്ടായിരിക്കുകയാണല്ലോ. അതെ, പതഞ്ജലി ട്രസ്റ്റിനും ബാബ രാംദേവിനും ഈ പതഞ്ജലി ആയുർവേദ പ്രോഡക്റ്റുകളുടെ ആ കമ്പനിയുടെ MD ആചാര്യ ബാലകൃഷ്ണയ്ക്കുമെതിരെ സുപ്രീം കോടതിയിലടക്കം നിരവധി കേസുകൾ നടക്കുന്നുണ്ടായിരുന്നു. ആ കേസുകൾ പ്രധാനമായിട്ടും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ IMA ആണ് കേസുകൾ കൊടുത്തത്. നമുക്കറിയാം, ഈ ബാബ രാംദേവ് രംഗത്ത് വന്നത് യോഗയും ആയുർവേദവും സമന്വയിപ്പിച്ചുകൊണ്ട്, യോഗവിദ്യയും ആയുർവേദവും ഈ ശരീരത്തിൻ്റെ ആസന വ്യായാമാദികളും ആയുർവേദ മരുന്നുകളും അതുപോലെ ശ്വാസനിയന്ത്രണവും ഒക്കെ ആയിട്ട് ഈ പ്രാണായാമം തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് അദ്ദേഹം രംഗത്ത് വരുന്നത്. വലിയൊരു കുതിച്ചുചാട്ടമാണ് അദ്ദേഹത്തിന് ഉത്തരേന്ത്യയിൽ ഉണ്ടായത്. അത് പലർക്കും ഇഷ്ടമായിട്ടില്ല. സ്വാഭാവികമാണ്, അതിലേക്ക് ഞാൻ വരാം. അതോടൊപ്പം തന്നെ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇടപെടലുകളും കാരണമായിട്ടുണ്ട്. അതെ, അങ്ങനെ രണ്ട് കാരണങ്ങളുണ്ട് അതിന്. ഒന്ന്, ഇദ്ദേഹം വന്നപ്പോൾ ഇവര് വളരെ പെട്ടെന്നാണ് അദ്ദേഹം സഹസ്ര കോടികളുടെ ആസ്തി പതഞ്ജലി ട്രസ്റ്റിന് വരുന്നത്. ആൾക്കാർ കൈയയച്ച് സംഭാവന ചെയ്തു, വിദേശത്തുനിന്ന് സംഭാവന വന്നു. ഇപ്പോൾ അവർ വിദേശത്തേക്ക് ആയുർവേദ മരുന്നുകൾ കയറ്റി അയക്കുന്നുണ്ട്. പതഞ്ജലി മുന്നോട്ട് വന്നത് ഈ ഭക്ഷണത്തിലെ മായം, ഫുഡ് പ്രോഡക്ട്സിലെ മായം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ ഗോതമ്പ് മാവ് എന്ന് പറഞ്ഞ് മൈദാ മാവ് വിൽക്കുന്ന സമ്പ്രദായം, അതിനൊക്കെ എതിരെ അവർ അതിരൂക്ഷമായ വിമർശനവുമായിട്ടാണ് രംഗത്ത് വന്നത്. ഈ മൈദാ മാവ് ആരോഗ്യത്തിന് വലിയ ഹാനികരമാണ്, തവിട് കളയാത്ത മിതമായ നിരക്കിൽ മാത്രം തവിട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഗോതമ്പ് വേണം നമ്മൾ ഭക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ നിരവധി കാര്യങ്ങളുമായിട്ട് ഈ ഭക്ഷണ വിഷയത്തിൽ വലിയ ഒരു കൊടുങ്കാറ്റ് തന്നെ അഴിച്ചുവിട്ടു ബാബ രാംദേവ്. ഇത് ഉത്തരേന്ത്യയിൽ രാജീവ് ദീക്ഷിത് എന്ന് പറയുന്ന ഒരു പണ്ഡിതനായ ഒരാൾ തുടങ്ങി വെച്ചതാണ്. അദ്ദേഹം പിന്നീട് മരിച്ചു. അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. അത് സാധാരണ മരണമല്ല, അതൊരു ദുരൂഹമാണ്. അദ്ദേഹത്തെ ചിലർ കൊലപ്പെടുത്തിയതാണ്. ഈ ഇത്തരത്തിലുള്ള മാഫിയകൾ ചേർന്ന് അദ്ദേഹം വലിയ അപകടമാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വലിയ രീതിയിൽ ഉത്തരേന്ത്യയിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ പ്രത്യേകിച്ചും നമ്മുടെ ഈ ഇന്നത്തെ ആധുനിക ഉൽപ്പന്നങ്ങളുണ്ടല്ലോ, ഈ ടൂത്ത് പേസ്റ്റ് മുതൽ മരുന്നുകൾ വരെയുള്ള എല്ലാറ്റിനെയും വിമർശിച്ചൊക്കെ അദ്ദേഹം രംഗത്തെത്തിയിരുന്നു. അതിൻ്റെ ശാസ്ത്രീയത ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം യാദൃശ്യമായിട്ട് മരിക്കുകയായിരുന്നു. ആ മരണത്തിൽ ഒരുപാട് സംശയങ്ങളൊക്കെ പലരും ഉന്നയിച്ചിരുന്നു. അതവിടെ നിൽക്കട്ടെ. ബാബ രാംദേവ് ഒരു സന്യാസിയാണ്. അദ്ദേഹം ഈ യോഗവിദ്യ, ആസനങ്ങൾ ഒക്കെ പഠിച്ച ആളാണ്. സംസ്കൃതം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഈ ആചാര്യ ബാലകൃഷ്ണ ആയുർവേദ ചികിത്സയിൽ അഗ്രഗണ്യനാണ്. അദ്ദേഹത്തിന് നല്ല പരിജ്ഞാനവും ആ വിഷയത്തിലുണ്ട്. അപ്പോൾ ഇവർ രംഗത്ത് വന്നപ്പോൾ ഇവർ ഈ ഇത്തരത്തിലുള്ള നമ്മുടെ അലോപ്പതി ചികിത്സയിലെ ഒരുപാട് കുഴപ്പങ്ങൾ ചൂണ്ടിക്കാട്ടി. പല മരുന്നുകളുടെയും ഈ രാസ പ്രവർത്തനം, അത് മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ദോഷങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഇവർ വലിയ പ്രചാരണങ്ങൾ നടത്തി. ഇത് അലോപ്പതിക്കാർക്ക് വലിയ തിരിച്ചടിയായി. അങ്ങനെയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഈ പതഞ്ജലി ട്രസ്റ്റിനെതിരെ കേസുമായിട്ട് രംഗത്ത് വരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം കേന്ദ്ര സർക്കാർ, അന്ന് രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്താണ് അദ്ദേഹം ശക്തമായിട്ട് രംഗത്ത് വരുന്നത്. അതിനു മുമ്പ് അദ്ദേഹം പ്രവർത്തനമുണ്ട്. പക്ഷേ അവിടെ നിന്ന് അദ്ദേഹം പടിപടിയായിട്ട് ഉയർന്ന് രണ്ടാം UPA സർക്കാരിൻ്റെ കാലമായപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ടായി. UPയിലും അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലും ഒക്കെ, ഹരിദ്വാറിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. വലിയ വലിയ ആശ്രമം. അങ്ങനെ അദ്ദേഹം ഈ രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്ത് ഈ കാലാധൻ, കള്ളപ്പണം, അതിനെതിരെ നമുക്കറിയാം അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ അഴിമതി തടയാനും കള്ളപ്പണം വരുന്നത് തടയാനും ഒക്കെ വേണ്ടിയിട്ട് വലിയ സമരങ്ങൾ നടന്നു. അതുപോലെ സ്വിസ് ബാങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയക്കാരുടെ പണം നിക്ഷേപിച്ചിട്ടുണ്ട്, വലിയ സംഖ്യ നിക്ഷേപിച്ചിട്ടുണ്ട്, അത് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞ് പ്രക്ഷോഭം ആരംഭിച്ചു. അതിൽ ഏറ്റവും മുന്നിൽ നിന്നയാൾ ബാബ രാംദേവ്. മാത്രമല്ല, അന്ന് നമുക്കറിയാം നരേന്ദ്രമോദിയുടെ ഒരു പ്രസംഗം തന്നെ വിവാദമായി. അദ്ദേഹം പറഞ്ഞു, ഈ വിദേശ ബാങ്കുകളിൽ കിടക്കുന്ന കള്ളപ്പണം തിരിച്ചെത്തിച്ചാൽ ഒരു ഇന്ത്യക്കാരന് 15 ലക്ഷം രൂപ വീതം നൽകാനാകും, അത്രയും വലിയ പണം അവിടെ കിടപ്പുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഈ കള്ളപ്പണം തിരിച്ചെത്തിച്ച് 15 ലക്ഷം രൂപ വീതം ഓരോ ഇന്ത്യക്കാരനും നൽകും
എന്നാണ് മോദി പറഞ്ഞത്, ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു അത് എന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷം പിന്നീട് വലിയ ബഹളം, അദ്ദേഹം പ്രധാനമന്ത്രിയായതിനു ശേഷം വലിയ ബഹളം ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു. എന്തായാലും ഈ ആടിനെ പട്ടിയാക്കുന്ന രീതിയാണ് അതൊക്കെ. പക്ഷെ അതുകൊണ്ടൊന്നും മോദി കുലുങ്ങിയില്ല. ഈ ബാബ രാംദേവിനെതിരെ ഇങ്ങനെ നിരന്തരം കേസുകളായി അദ്ദേഹത്തെ വരിഞ്ഞു മുറുക്കി, ഒരു വിധത്തിലും അനങ്ങാൻ വയ്യാത്ത വിധത്തിൽ അദ്ദേഹത്തിൻ്റെ മരുന്നുകളിൽ കുഴപ്പമുണ്ട്, അദ്ദേഹത്തിൻ്റെ മരുന്നുകൾ വ്യാജമാണ്. ആദ്യം ഉയർന്ന ആരോപണം അദ്ദേഹം ഈ എല്ലുപൊടി മൃഗങ്ങളെയൊക്കെ അന്യായമായിട്ട് കൊന്ന് അതിൻ്റെ എല്ല് എടുത്ത് മരുന്നുണ്ടാക്കുന്നു എന്നാണ് ആദ്യം വന്ന ഒരു ആക്ഷേപം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 2004-05 ആ കാലത്തൊക്കെ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു ആക്ഷേപം ഉയരുകയും അതിന് അദ്ദേഹം കൃത്യമായ മറുപടി കൊടുക്കുകയും ചെയ്തു. ആയുർവേദത്തിൽ ഈ മൃഗങ്ങളുടെ മാംസം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മരുന്നുകളെക്കുറിച്ചും ഈ പരമ്പരാഗത വൈദ്യത്തിൽ, പാരമ്പര്യ വൈദ്യത്തിൽ ഈ മൃഗങ്ങളുടെ മാംസം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ചില രസായനങ്ങളെ കുറിച്ചൊക്കെ പരാമർശങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അദ്ദേഹം തെളിവുകൾ നിരത്തി അതിനെല്ലാം പ്രതിരോധിച്ചു. പിന്നീടാണ് ഈ കള്ളപ്പണത്തിനെതിരെ അദ്ദേഹം സമരത്തിന് ഇറങ്ങുന്നത്. അത് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് അദ്ദേഹം നിരാഹാരം അനുഷ്ഠിച്ചു. അങ്ങനെ ആരോഗ്യനില മോശമായി അദ്ദേഹത്തെ ആശുപത്രിയിലൊക്കെ പ്രവേശിപ്പിച്ചു. പിന്നീട് നമുക്കറിയാം, ശ്രീ രവിശങ്കർ നേരിട്ട് വന്നാണ് അദ്ദേഹത്തിന് നാരങ്ങ നീര് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഈ നിരാഹാരത്തെ അവസാനിപ്പിച്ചു. പിന്നെ തുടർന്നും അദ്ദേഹം സർക്കാരിന് എതിരെ അതിശക്തമായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ മൊത്തത്തിൽ അദ്ദേഹം പലരുടെയും കണ്ണിലെ കരടായി. അങ്ങനെയാണ് ഈ IMA ഉപയോഗിച്ച് നിയമപരമായിട്ട് തന്നെ അദ്ദേഹം അലോപ്പതിക്കെതിരെ കുപ്രചാരണങ്ങൾ നടത്തുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ട് കേസുകളൊക്കെ കൊടുത്തത്. ആ കേസുകൾ പലതും അദ്ദേഹത്തിന് പ്രതികൂലമാവുകയും ചെയ്തു. അദ്ദേഹം ഒടുവിൽ അതിനൊക്കെ മാപ്പ് പറഞ്ഞ, അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ചിലതൊക്കെ തെറ്റിപ്പോയി, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം മാപ്പ് പറഞ്ഞ് കഴിഞ്ഞ വർഷം തന്നെ സുപ്രീം കോടതിയിലെ കേസുകളൊക്കെ സെറ്റിൽ ചെയ്തു. പലതിനും തെളിവൊന്നുമില്ല. ഈ പറഞ്ഞതുപോലെ ചിലതൊക്കെ അദ്ദേഹത്തിൻ്റെ, മനുഷ്യനല്ലേ, ഈ പ്രവർത്തിച്ചു പോകുമ്പോൾ വരുന്ന അദ്ദേഹത്തിൻ്റെ അനുയായികൾ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ട്രസ്റ്റിലുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ തെറ്റിപ്പോവാം. അങ്ങനെ അദ്ദേഹത്തിനെതിരെ ഈ കേസുകളൊക്കെ വളരെ ശക്തമായിട്ട് വന്നു. പക്ഷെ അത് സുപ്രീം കോടതിയിൽ കഴിഞ്ഞ വർഷം തന്നെ അദ്ദേഹം സെറ്റിൽ ചെയ്തു. ഇപ്പോൾ ആ കേസുകൾ സുപ്രീം കോടതി അവസാനിപ്പിച്ചിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഈ പതഞ്ജലി ട്രസ്റ്റിൻ്റെ ഇപ്പോഴത്തെ പതഞ്ജലി പ്രോഡക്ട്സിൻ്റെ വിറ്റുവരവ് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഏതാണ്ട് 8,899 കോടി രൂപയുടെ വിറ്റുവരവാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 1000 ചില്ലോനം കോടി രൂപ, ശരിക്കും പറഞ്ഞാൽ 1017 കോടി രൂപ അധികമാണ്. അതുകൊണ്ട് 24% വളർച്ച അദ്ദേഹത്തിനുണ്ട്. കഴിഞ്ഞ വർഷം 7,177 കോടി രൂപയുടെ വിറ്റുവരവാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ അത് 8,899 കോടിയായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മായമോ അല്ലെങ്കിൽ കളിപ്പീരോ തട്ടിപ്പോ ഒക്കെ പതഞ്ജലി ഫുഡ് പ്രോഡക്ട്സിൽ ഉണ്ടെങ്കിൽ ജനം അത് വാങ്ങുമോ? ജനം അത് നിരാകരിക്കില്ലേ? അപ്പോൾ ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശുദ്ധ തട്ടിപ്പാണ് എന്നിപ്പോൾ കോടതിയിൽ തെളിഞ്ഞിരിക്കുകയാണ്. പിന്നെ നമ്മുടെ പത്രങ്ങളും നമ്മുടെ മാധ്യമങ്ങളും ഒക്കെ കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി, ബാബ രാംദേവ് മാപ്പ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാണ് വാർത്തകൾ കൊടുത്തിരിക്കുന്നത്. അതെന്ത് തന്നെ ആകട്ടെ, ഈ കണക്കുകൾ നമുക്ക് മുന്നിൽ വ്യക്തമാക്കുന്നത് ബാബ രാംദേവിൻ്റെ അടിത്തറ ഭദ്രമാണ്. അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റുകൾ, ഉൽപ്പന്നങ്ങൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങിച്ച് ഉപയോഗിക്കാം, അത് വലിയ ദോഷം ചെയ്യില്ല എന്നൊക്കെയാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ലാഭം, അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. 180.39 കോടി രൂപയാണ് അറ്റാദായം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് 27 രാജ്യങ്ങളിലേക്ക് അദ്ദേഹം സാധനങ്ങൾ കയറ്റിവിടുന്നുണ്ട് അവരുടെ ട്രസ്റ്റ്. അതിൽ നിന്ന് 39.34 കോടി രൂപയുടെ വരുമാനമുണ്ട് അവർക്ക്. ചികിത്സയും മറ്റു കാര്യങ്ങളും ഒക്കെ ആശ്രമത്തിൽ നടക്കുന്നു. ചികിത്സ സൗജന്യമാണ്. അവിടെ ചികിത്സയ്ക്ക് പണം വാങ്ങില്ല, മരുന്നിനുള്ള പണം മാത്രമേ അവർ വാങ്ങാറുള്ളൂ. പരിപൂർണമായിട്ട് നമ്മുടെ പാരമ്പര്യ വൈദ്യവും ആയുർവേദവും ഒക്കെ സമന്വയിപ്പിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. യോഗ വിദ്യ അതിനകത്തുണ്ട്, വ്യായാമങ്ങൾ, ആസനങ്ങൾ, പ്രാണായാമം, ഇതെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു ചികിത്സാ പദ്ധതിയാണ് അദ്ദേഹത്തിൻ്റെ. അത് വളരെ ഭംഗിയായിട്ട് പോകുന്നു. അദ്ദേഹം ആരംഭിച്ചിടത്തുനിന്ന് ബഹുദൂരം മുന്നേറി വളർന്നു കഴിഞ്ഞു അദ്ദേഹം. അവരുടെ ട്രസ്റ്റും അവരുടെ ഉൽപ്പന്നങ്ങളും ഒക്കെ ഇന്ന് ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ അത് ലഭ്യമാണ്. പലയിടത്തും വിദേശത്തുനിന്ന് ആൾക്കാർ ചികിത്സിക്കാൻ വേണ്ടി ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ഈ ആയുർവേദത്തിൻ്റെ ഒരു നഷ്ടപ്രതാപം വീണ്ടെടുക്കുന്ന പ്രക്രിയയിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ
പാരമ്പര്യ വൈദ്യത്തിൻ്റെ നഷ്ടപ്രതാപം വീണ്ടെടുക്കുന്ന ഒരു രീതിയിലേക്ക് ബാബ രാംദേവ് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിനെതിരായ ഈ കേസുകളും ഒക്കെ സെറ്റിലായിരിക്കുന്നു. അദ്ദേഹത്തിനെതിരെ കൊണ്ടുവന്ന ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ ഒന്നും തെളിയിക്കാൻ എതിരാളികൾക്ക് സാധിച്ചില്ല. ഇന്ത്യൻ സംസ്കാരത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു ആരോഗ്യകരമായ ജീവിതം, അതാണ് ബാബ രാംദേവ് മുന്നോട്ട് വെക്കുന്ന ആശയം.